Hello everyone, welcome to CS Learning Hub. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രുസ്കൽ അൽഗോരിതം ആണ്. എന്താണ് ക്രുസ്കൽ അൽഗോരിതം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രാഫിൽ സ്പാനിംഗ് ട്രീ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഒരു ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സ്പാനിംഗ് ട്രീ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ് അല്ലേ. അപ്പോൾ ഒരു സ്പാനിംഗ് ട്രീ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പാനിംഗ് ട്രീയിൽ നമ്മൾ മിനിമം കോസ്റ്റ് ഫൈൻഡ് ചെയ്യും. മിനിമം സ്പാനിംഗ് ട്രീ നമ്മൾ ഫൈൻഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് അൽഗോരിതംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്രുസ്കൽ അൽഗോരിതം ആൻഡ് പ്രിംസ് അൽഗോരിതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്രുസ്കൽ അൽഗോരിതത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ക്രുസ്കൽ അൽഗോരിതം അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് സ്പാനിംഗ് ട്രീനെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിൻ്റെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, അത് ചെക്ക് ചെയ്യാം. നമ്മളൊരു ഗ്രാഫിൽ ഒരു സ്പാനിംഗ് ട്രീ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മെയിൻ കാര്യങ്ങളാണ്. ഗ്രാഫിൽ എത്ര വേർട്ടിസസ് ഉണ്ടായിരിക്കുമോ അത്രയും വേർട്ടിസസ് സ്പാനിംഗ് ട്രീയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ഒരു സ്പാനിംഗ് ട്രീയിലെ നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ടു വേർട്ടീസസ് നമ്പർ ഓഫ് വേർട്ടീസസ് -1 ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഇതൊരു ഗ്രാഫാണ് അല്ലേ. ഈ ഒരു ഗ്രാഫിൽ എത്ര വേർട്ടീസസ് ഉണ്ട്? 1 2 3 4 5 6 7 വേർട്ടീസസ് ഉണ്ട്. അപ്പോൾ സ്പാനിംഗ് ട്രീയിലും ഇതിൽ നിന്ന് ഫൈൻഡ് ചെയ്യുന്ന സ്പാനിംഗ് ട്രീയിലും 7 വേർട്ടീസസ് തന്നെ ഉണ്ടായിരിക്കും. ഇതിൽ സ്പാനിംഗ് ട്രീയിലും 7 വേർട്ടീസസ് തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ സ്പാനിംഗ് ട്രീയിലെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 - 1 = 6 എഡ്ജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, 7 - 1 6 എഡ്ജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് എപ്പോഴും ഓർമ്മിക്കുക. ഗ്രാഫിൽ നിന്ന് നമ്മൾ സ്പാനിംഗ് ട്രീ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 7 വേർട്ടിസസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 7 - 1 = 6 എഡ്ജസും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ക്രുസ്കൽ അൽഗോരിതം അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സ്പാനിംഗ് ട്രീയുടെ മിനിമം കോസ്റ്റ് ഫൈൻഡ് ചെയ്യാന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ സ്റ്റെപ്പ് 1 എന്താണെന്ന് വെച്ചാൽ ഇതിൽ എത്ര വേർട്ടിസസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വേർട്ടിസസ് എടുത്ത് എഴുതാം. എഡ്ജസിനെ കുറിച്ച് നമ്മളിപ്പോൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, വേർട്ടിസസ് മാത്രം നമ്മൾ എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കാണാം, ഈ ഗ്രാഫ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ഗ്രാഫാണ് അല്ലേ. അപ്പോൾ എപ്പോഴും ക്രുസ്കൽ അൽഗോരിതം അപ്ലൈ ചെയ്യുന്നത് വെയ്റ്റഡ് അൺഡിറക്റ്റഡ് ഗ്രാഫിലാണ് നമ്മൾ ക്രുസ്കൽ അൽഗോരിതം അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാഫ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിരിക്കും വേണം. അപ്പോൾ ഇതിൽ ഓരോ എഡ്ജസിലും നമ്മളിവിടെ വെയിറ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മിനിമം വെയിറ്റ്. ഇതിൽ മിനിമം വെയിറ്റ് ചെയ്താൽ നോക്കാം. ഇതിൽ മിനിമം വെയിറ്റ് ചെയ്താൽ 10 ആണ്. അപ്പോൾ നമ്മൾ 10 ജസ്റ്റ് ഡ്രോ ചെയ്യാം. 10 ജസ്റ്റ് നമ്മൾ ഡ്രോ ചെയ്യുക. 10 നമ്മൾ ഡ്രോ ചെയ്തു. നെക്സ്റ്റ് മിനിമം വെയിറ്റ് ഏതാണ്? 10 കഴിഞ്ഞ നെക്സ്റ്റ് മിനിമം വെയിറ്റ് ഏതാണ്? 12 ആണ് അല്ലേ. അപ്പോൾ 12 നമുക്ക് ഡ്രോ ചെയ്യാം. ഇനി നെക്സ്റ്റ് വെയിറ്റ് ഏതാണ്? 14 ആണ്. 14 നമുക്ക് ആഡ് ചെയ്യാം. ദെൻ ഏതാണ്? 16 ആണ്. 16 നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് മിനിമം വെയിറ്റ് ഏതാണ്? 18 ആണ്. പക്ഷെ നമ്മളിവിടെ 18 ആഡ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഇവിടെ നമ്മൾ 18 ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു സൈക്കിൾ ജനറേറ്റ് ആവും അല്ലേ. സ്പാനിംഗ് ട്രീയിൽ ഒരിക്കലും സൈക്കിൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 18 നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. കാരണം 18 ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സൈക്കിൾ ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 18 ജസ്റ്റ് ആഡ് ചെയ്യേണ്ട. നെക്സ്റ്റ് മിനിമം വെയിറ്റ് കാണാം. 18 കഴിഞ്ഞ് നെക്സ്റ്റ് മിനിമം വെയിറ്റ് ഏതാണ്? 22 ആണ്. നമുക്ക് 22 നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 22 കഴിഞ്ഞാൽ നെക്സ്റ്റ് 24 ആണ്. 24 ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. 24 ആഡ് ചെയ്താൽ ഇവിടെ ഒരു സൈക്കിൾ ജനറേറ്റ് ആവും അല്ലേ. അപ്പോൾ 24 ആഡ് ചെയ്ത് നെക്സ്റ്റ് മിനിമം വെയിറ്റ് ഏതാണ്? 25 നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എത്ര എഡ്ജസ് ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 കണ്ടോ, 6 എഡ്ജസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 6 എഡ്ജസ് സ്പാനിംഗ് ട്രീയിലുണ്ട്. 7 വേർട്ടിസസ് ഉണ്ട്. ഇനി മിനിമം കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വെയിറ്റിൻ്റെ ഒക്കെ സമ്മേഷൻ ആയിരിക്കും ഇവിടെ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന മിനിമം സ്പാനിംഗ് ട്രീ കോസ്റ്റ് എന്ന് പറയുന്നത് 99 യൂണിറ്റ്സ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ക്രുസ്കൽ അൽഗോരിതം വെച്ചിട്ട് മിനിമം സ്പാനിംഗ് ട്രീ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ആദ്യം വേർട്ടിസസ് എടുത്ത് എഴുതും. ദെൻ വേർട്ടിസസിൽ മിനിമം കോസ്റ്റ് ഏതൊക്കെയാണോ അത് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സൈക്കിൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. മിനിമം കോസ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ സൈക്കിൾ ജനറേറ്റ് ചെയ്യാൻ പാടില്ല. സൈക്കിൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ കോസ്റ്റ് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നെക്സ്റ്റ് മിനിമം കോസ്റ്റ് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.